ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യെറ്റ് എപ്പിസോഡ് ഓഫ് ഫ്ലോട്ടി. ഈ കോസ്റ്റ്യൂം കണ്ട് നിങ്ങൾ വിചാരിച്ചിട്ട് തന്നെ തമ്മനയിൽ കണ്ട പോലെ തന്നെ നമ്മൾ ആ ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ പോവാണ്. അപ്പം ഞാൻ അത് പെട്ടെന്നായിരുന്നു ഞാൻ നോർമൽ ഷോർട്ട് വീഡിയോക്ക് വേണ്ടി ആ സ്റ്റിച്ച് ചെയ്യാൻ പോകുമ്പോഴാണ് ഞാൻ വിചാരിച്ചത് ഓക്കെ, കുറേ ആൾക്കാർ എൻ്റെ അടുത്ത് ഓരോ വീഡിയോസിൻ്റെ താഴെയും ഡീറ്റെയിൽ വീഡിയോ ചെയ്യുമെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. സോ ആ ഒരു വീഡിയോ ഞാൻ ആ നിമിഷം ഓക്കെ ഇപ്പം ചെയ്യാമെന്ന് വിചാരിച്ച് ലെറ്റ്സ് ടേക്ക് വീഡിയോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഷൂട്ട് ചെയ്തായിരുന്നു. പക്ഷേ അതിൻ്റെ വീഡിയോയിൽ ഇൻട്രൊഡക്ഷൻ ഇല്ല. സോ ദിസ് ഇസ് ജസ്റ്റ് എ ഇൻട്രൊഡക്ഷൻ. അപ്പം നമുക്ക് ആ ഒരു ടോപ്പ് ചെയ്യാം. ആൻഡ് ഞാനങ്ങനെ ഇത് ആക്ച്വലി അതെങ്ങനെ ചെയ്യേണ്ടതെന്നൊന്നും നോക്കിയിട്ടല്ല, ആ ഡ്രസ്സ് കണ്ട് ഓക്കെ ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു, അങ്ങനെ ചെയ്തതാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്തത് എന്നുള്ള വീഡിയോ ആണ് നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പം വെൽക്കം ബാക്ക് ടു യെറ്റ് എപ്പിസോഡ് ഫ്ലോഡി. ഇറ്റ്സ് മീ അഖില. ഫസ്റ്റ് ഓഫ് ഓൾ ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന ഡ്രസ്സ്. അപ്പം നമ്മൾ ഈ ഒരു വീഡിയോൻ്റെ അകത്ത് ഞാൻ കട്ട് ചെയ്യുന്നതും സ്റ്റിച്ച് ചെയ്യേണ്ട പോർഷൻസുമാണ് കറക്റ്റ് കാണിച്ചിരുന്നത്. അതാകുമ്പം ഈ സ്റ്റിച്ചിങ് ചെയ്യുന്ന ആ ഒരു ഇത് കാണിക്കേണ്ട ആവശ്യമില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എനിക്ക് ഓൾറെഡി പാറ്റേൺ ഉണ്ട്, എന്ന് വെച്ചാൽ എൻ്റെ സൈസിലൊരു പാറ്റേൺ ഉണ്ട്. അത് വെച്ചാണ് ഞാൻ എപ്പോഴും സ്റ്റിച്ച് ചെയ്യാറ്. പക്ഷേ നിങ്ങൾക്കെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആപ്റ്റായിട്ടുള്ള ഒരു ഡ്രസ്സ് എടുത്തിട്ട് അതിൻ്റെ ഷേപ്പിൽ വരച്ചു കൊടുക്കുക. എന്നിട്ട് സീമിടുക. അപ്പം ഷോൾഡറിൻ്റെ ഭാഗത്ത് എന്ന് വെച്ചാൽ ഏറ്റവും മുകളിലത്തെ ഭാഗത്ത് 1/2 ഇഞ്ച്, കൈക്കുഴീൻ്റെ ഭാഗത്തൊരു 1/4 ഇഞ്ച്, സൈഡിലായിട്ട് 1 1/2 ഇടുക. കാരണം തടിയുള്ളവരോ മെലിഞ്ഞവരോ അതിനനുസരിച്ചിട്ട്. ഇതിപ്പോൾ ഞാൻ എന്താ വരച്ചു കൊടുക്കുന്നത് വെച്ചാൽ ഇതിൻ്റെ ഷോൾഡർ കുറച്ച് പാറ്റേണിൽ ഷോൾഡർ കുറച്ച് ഇറങ്ങിയിട്ടതിനുള്ളൂ. അപ്പോൾ ഞാൻ ഒന്ന് കുറച്ച് കയറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെ കറക്റ്റ് വരച്ചതിന് ശേഷം ഞാൻ വെട്ടി കൊടുക്കുകയാണ്. പിന്നെ പൊതുവേ ഡ്രസ്സ് അടിക്കുക നമ്മൾ കഴുത്ത് വെട്ടില്ല. പക്ഷേ ഈ ഒരു ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ സീ ത്രൂ ലൈനിങ് ഇല്ലാത്ത കുറച്ച് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള അങ്ങനത്തെ ഉള്ളൊരു ഡ്രസ്സാണ്. അപ്പം കഴുത്ത് നമ്മൾ പൈപ്പിങ് പോലെ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ കഴുത്ത് നമ്മൾ ഇതിൻ്റെ കൂടെ വെട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത്. എൻ്റെ അടുത്ത് എല്ലാ അപ്സൈക്ലിംഗ് വീഡിയോയിലും ആൾക്കാർ ഡീറ്റെയിൽ വീഡിയോ ചോദിക്കാറുണ്ട്. പക്ഷേ എൻ്റെ എല്ലാ അപ്സൈക്ലിംഗ് വീഡിയോയിലും ആ ഒരു മെറ്റീരിയൽ ഞാൻ വെച്ചിട്ട് എന്താണോ എനിക്ക് അപ്പം തോന്നുന്നത് അത് ചെയ്യുന്നതാണ്. അതുപോലെയാണ് ഇതും ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇത് ഞാൻ വരച്ച് കട്ട് ചെയ്യാൻ മുമ്പാണ് ഐ തോട്ട് ഓക്കെ വീഡിയോ എടുക്കാമെന്നുള്ളത്. അപ്പം പെട്ടെന്ന് തന്നെ ഇങ്ങനെ വീഡിയോ ഓണാക്കി വെച്ച് ഞാൻ ഇങ്ങനെ ചെയ്യാണ് ചെയ്തത്. അപ്പോൾ ഞാൻ ഇപ്പോൾ വോയിസ് ഓവർ ചെയ്തിട്ട് പറഞ്ഞു തരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നല്ല ക്ലിയറായിട്ട് മെല്ലെയാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ അതുപോലെ ചെയ്യാം. പിന്നെ ഇത് എൻ്റെ ഒരു നോളജ് വെച്ചിട്ട് ഞാൻ ചെയ്യുന്നതാണ്. ഇങ്ങനെ ചെയ്താൽ നമുക്കതുപോലെ കിട്ടും. അല്ലാതെ ഞാൻ വേറെ റെഫറൻസൊന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ടോപ്പ് പോർഷനാണ് ചെയ്യുന്നത്. ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചു. ഇത് ഞാൻ പറയാൻ മറന്നുപോയി, 4 ഫോൾഡാക്കി വെച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ഓപ്പണുള്ള ഭാഗത്തോട്ട് നമ്മൾ ഓപ്പൺ വെച്ചിട്ട് ഫോൾഡുള്ള ഭാഗത്ത് നേരെ തന്നെ വെച്ചിട്ടും ആണ് ചെയ്യുന്നത്. അതാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. ഇങ്ങനെ 4ആയിട്ട് ഫോൾഡ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടാകും. ഈ 2 പീസും അടിയിലുള്ള വേറെ 2 പീസും. എന്നിട്ട് ഈ ഫോൾഡ് ചെയ്ത ഭാഗത്തായിരിക്കും നമ്മൾ നെക്ക് വരുന്ന ഭാഗമായിട്ട് ഉപയോഗിക്കേണ്ടത്. ഇപ്പുറത്തെ ഭാഗത്തായിരിക്കും നമ്മൾ ഓപ്പണുള്ള ഭാഗത്തായിരിക്കും നമ്മൾ കൈ വരേണ്ടത്. അങ്ങനെ വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ ചുരുക്കിടാൻ വേണ്ടിയിട്ട് ഒരു പോർഷൻ വേണമല്ലോ. അപ്പോൾ നമുക്ക് ലെങ്ത്ത് നോക്കാം. എനിക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് ആ രീതിയിൽ നീളത്തിൽ എന്ന് വെച്ചാൽ ലെങ്ത്ത് വൈസിൽ എത്രയാണോ വിഡ്ത്ത് വേണ്ടത് അത്രയും ലെങ്ത്ത് വൈസിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതൊരു സാരീൻ്റെ പോർഷൻ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ നമ്മൾ ആ ഒരു ബോർഡറുള്ള പോർഷൻ അത് പാറ്റേൺ വേറെ ആയിരിക്കും വരിക. അപ്പോൾ അത് മനസ്സിലാവും. അതുകൊണ്ട് നമ്മൾ ആ ബോർഡറുള്ള പോർഷൻ ഒഴിവാക്കിയിട്ടാണ് ഫുൾ പാറ്റേൺ യൂസ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഞാനൊരു സ്കെയിലിൻ്റെ അളവിൽ ക്രോസായിട്ട്, നേരെയല്ല ക്രോസായിട്ട് ഒരു പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. 1 അല്ല 2 പീസ്. അതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ നെക്കിൽ പൈപ്പിംഗ് ആണ് ചെയ്യുന്നത് എന്നുള്ളത്.
അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇത് ഞാൻ ജസ്റ്റ് കാണിച്ചു തരികയാണ്. നമ്മൾ നേരത്തെ എടുത്ത ഡ്രസ്സിൻ്റെ നെക്കിൽ ഇതുപോലെ ക്രോസ് ആയിട്ടാണ് ഇത് ചെയ്യേണ്ടതെന്നാണ് കാണിച്ചു തരാൻ പോകുന്നത്. ഇനി നമ്മൾ ലെങ്ത് വൈസ് എന്ന് വെച്ചാൽ സാധാരണ തുണിയിൽ ബാക്കി വന്ന പീസിൽ നിന്ന് നേരെ നേരെ കുറേ പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ആ ഡ്രസ്സ് ഉണ്ടല്ലോ, അതിങ്ങനെ നെക്കിങ്ങനെ കെട്ടുന്ന ടൈപ്പ് ഡ്രസ്സാണല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ട് നേരെയുള്ള പീസുകൾ നമുക്ക് വേണം. ഒരു 3 ഒരു സൈഡും 3 ഒരു സൈഡും അങ്ങനെ വരുന്നത്. അപ്പോൾ 6 പീസ് നമുക്ക് വേണം. ഇത് ഫോൾഡ് മാർക്കുള്ളതാണ്. ഈ കുഞ്ഞിത് കണ്ടിട്ട് വിചാരിക്കേണ്ട, ചെറിയ പീസാണ് ഇത്. ഇങ്ങനെ മടക്കി വെച്ച തുണിയാണ്. അപ്പോൾ അത് നിവർത്തി കഴിഞ്ഞാൽ കുറച്ച് വലിയ പീസായിരിക്കും. അപ്പോൾ അതിങ്ങനെ 6 കട്ട് ചെയ്തെടുത്തു. ഇനി നമ്മൾ ചുരുക്കിടുന്നതാണ്. അത് നമുക്ക് എത്ര നീളം വേണോ അത്ര എടുക്കാം. പക്ഷേ നമ്മൾ ചുരുക്കിടാൻ എത്ര വേണം എന്നുള്ളത് നോക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മുടെ ഹിപ്പിൻ്റെ ഫുൾ സൈസ് എടുക്കുക, അളന്ന് നോക്കുക. എന്നിട്ട് അതിൻ്റെ ഡബിള് തുണി എടുക്കുക. അപ്പോൾ ചുരുക്കിട്ടാൽ കുറേ കിട്ടും. ഒരേ ലെങ്ത്തിൽ കിട്ടാൻ വേണ്ടിയിട്ട് എനിക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് ആ ഒരളവിൽ വിഡ്ത്ത് വൈസ് ഇങ്ങനെ അളന്ന് വരഞ്ഞ് കട്ട് ചെയ്യാണ്. എന്ന് വെച്ചാൽ ബിഗിനേഴ്സാണ് എങ്കിൽ നമുക്ക് നേരെ വരക്കാൻ പറ്റില്ല. അപ്പം ഞാൻ അത് കാണിച്ച് തരുന്ന വരക്കാണ്. പൊതുവേ ഞാൻ നേരെ അങ്ങ് വെട്ടലാണ്. പറയാണ് നമുക്ക് എത്രയാണോ വേണ്ടത് അത്രയും ലെങ്ത്ത് എടുത്ത് അവിടെ ഒന്ന് വരച്ച് കട്ട് ചെയ്യാം. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ടോപ്പിൻ്റെ ഫ്രണ്ട് പോർഷൻ എടുത്തിട്ട് അത് നേരെ പകുതിയായി ഫോൾഡ് ചെയ്തിട്ട് സെൻറ്ററിലൂടെ നേരെ കട്ട് ചെയ്യാം. ഇനി ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നതാണ് പറയാൻ പോകുന്നത്. നമ്മൾ നേരത്തെ എടുത്തു വെച്ച നേരെയുള്ള പോർഷൻസില്ലേ, അത് 6 അത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇതുപോലെ നേരെ പകുതിയായിട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം അത് പിന്നെയും 2ആയിട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്യാണ് വേണ്ടത്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ കട്ട് ചെയ്ത് വെച്ച ടോപ്പ് ഉണ്ടല്ലോ, അത് ഫ്രണ്ടും ബാക്കും നോക്കിയിട്ട് ബാക്ക് പോർഷന് 2ആയിട്ട് ഇതുപോലെ സ്ക്രീനിൽ കാണുന്ന പോലെ ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യുക. അപ്പം നമ്മളിത് ഞാൻ പറഞ്ഞതുപോലെ സ്റ്റിച്ച് ചെയ്യുന്ന കാണിച്ചിട്ടില്ല, ചെയ്യേണ്ടത് എങ്ങനെയാണെന്നാണ് കാണിച്ചത്. ഇപ്പോൾ ഫ്രണ്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിൽ എൻ്റെ സെയിം മെറ്റീരിയൽ ആയതുകൊണ്ട് ഫ്രണ്ട് ബാക്ക് മനസ്സിലാവില്ല. അപ്പോൾ സ്റ്റിച്ച് ചെയ്തത് കൊണ്ട് നമുക്ക് മനസ്സിലാവും സ്റ്റിച്ച് ചെയ്ത ബാക്കായിരിക്കും. അപ്പോൾ ഈ ഫ്രണ്ടും ജോയിൻ ചെയ്ത് വെച്ചിട്ട് ഷോൾഡർ തമ്മിൽ സ്റ്റിച്ച് ചെയ്യുക, കൂട്ടിയടിക്കുക. ഇതുപോലെ രണ്ടും സ്റ്റിച്ച് ചെയ്തിട്ട് വരിക. ഇത് വൈറ്റ് മെറ്റീരിയൽ ആയതുകൊണ്ട് തിരിയായിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഷോൾഡർ. ആൻഡ് ഇനിയിപ്പം ഈ സൈഡ് രണ്ടും സ്റ്റിച്ച് ചെയ്യുക. കൂടാതെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ആ 6 പീസ് ഞാൻ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് 3 വെച്ചിട്ട് 2 സൈഡിൽ ഒരേ ഡിസ്റ്റൻസിൽ ഒരേ പ്ലേസിൽ 3 പീസ്, ഒരു സൈഡ് 3 പീസ്, അങ്ങനെ 6 പീസ് സ്റ്റിച്ച് ചെയ്ത് വരിക. ഇനി നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. ടോപ്പ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് മടക്കി വെച്ചിട്ടുണ്ട്. ഇനി ഫ്രണ്ട് പോർഷൻ എന്ന് വെച്ചാൽ നല്ല ഭാഗത്തുനിന്ന് നമ്മളിത് ഇതുപോലെ വട്ടത്തിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ടത് നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്ത് മടക്കി പിടിച്ച് സ്റ്റിച്ച് ചെയ്യണം. പക്ഷെ ഇതിൽ നിങ്ങൾക്ക് എത്ര വ്യക്തമാവുമെന്ന് അറിയില്ല. പക്ഷെ ഒരു സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഒന്ന് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, അത് കാണിച്ച് തരാം. ഇതാണ്. ഇത് ഞാൻ ഫസ്റ്റ് ഒരു സ്റ്റിച്ച് ചെയ്തു. ഇനി ഇതിങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ഒരു സ്റ്റിച്ചും കൂടി ചെയ്താൽ ജസ്റ്റ് പൈപ്പിംഗ് പോലെ ഉണ്ടാവും. ഇനി നമുക്ക് ചെയ്യാനുള്ള താഴത്തെ പോർഷൻ, അതിൽ വലിയ പോർഷൻ്റെ താഴെ 2 ഫോൾഡ് ചെയ്തിട്ട് താഴെ നേരെ ഒരു അടിപ്പടിക്കുക. എന്നിട്ട് മുകളിലത്തെ പോർഷൻ ചുരുക്കിടുക, കുഞ്ഞു ചുരുക്ക് അങ്ങനെ ഇടാം. അല്ലെങ്കിൽ ടോപ്പിൻ്റെ മുകളിൽ തന്നെ
നല്ല വശവും ചേർത്ത് വെച്ചിട്ട് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ചുരുക്കിടാം. എന്നിട്ട് ദേ ഇതുപോലെ സ്ക്രീനിൽ കാണുന്ന പോലെ ചുരുക്കിടാം. ഇങ്ങനെ ചുരുക്കിട്ടിട്ട് നല്ല വശം ചേർന്നിട്ടുണ്ടാവും. അപ്പോൾ അത് തുറക്കുമ്പം ബാക്ക് വശം ആവും. ദേ ഇതുപോലെ ഉണ്ടാവും. എക്സാക്റ്റ് ഞാൻ കാണിച്ചു തരുന്നുണ്ട്, കാരണം സ്റ്റിച്ച് ചെയ്യുന്നിടത്ത് വെച്ച് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. പിന്നെ ഞാൻ ഈ വൈറ്റ് ഒന്ന് കളറാക്കാമെന്ന് വെച്ച് ടൈ ഡൈ ചെയ്തിട്ടുണ്ട്. ആൻഡ് ദിസ് ഈസ് ദ ഫൈനൽ ലുക്ക്. അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. മോർ വീഡിയോസ് വേണമെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. അപ്പം ലൈക്ക് ഷെയർ ഒന്നും മറക്കണ്ട. അപ്പോൾ ഓക്കെ ബൈ.